അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇച്ചിരി നമ്മൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യാൻ പോകാനില്ലായിരിക്കും, പ്രത്യേകിച്ച് വലിയ ടാസ്കിനോട്. പക്ഷെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടൂൾസൊക്കെ ഒപ്പിക്കണം. അയണിൻ്റെ ഞാൻ ഓഫ് ക്യാമറ കുറച്ച് മൈനിങ്ങിന് പോയി ഇത്രയൊക്കെ ഒപ്പിച്ച് ഒരു ഷീൽഡ്, ഒരു അയൺ ജസ്റ്റ് പ്ലേറ്റ്, അത്ര നമ്മുടെ കയ്യിൽ ഇപ്പം ഉള്ളു. ഈ ഷെയർ പാക്ക് വേണമെങ്കിൽ ഓഫാക്കി ഇട്ടിട്ട് മൈനിങ്ങിന് പോവാം. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് അതാ പ്രശ്നം. ഞാൻ സാധാരണ കളിക്കുമ്പോൾ ഷെയർ ഡ്രസ് ഓഫ് ചെയ്തിട്ടാണ് കളിക്കണം. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ഡ്രസ് ഇടുന്നത്. ഷെയർ ഡ്രസ് കാണാൻ കൊള്ളുമെങ്കിലും ലാഗാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. 10 FPS 15 FPS ഒരു വീഡിയോ കാണുന്നതിനേക്കാളും നല്ലത് അതിൽ 90-120 FPS കാണുന്നതാണ്. അതാകുമ്പോഴാണ് ഇന്നത്തെ കൃത്യമായിട്ട് നടക്കണത് റിയലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മാക്സിമം 30 FPS കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീഡിയോ എഡിറ്റർ അങ്ങനെ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ 480p സപ്പോർട്ട് കിട്ടിയാലോ. 480pയിലാണ് ഞാൻ വീഡിയോസ് കാണുകയാണെങ്കിൽ 480pയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് വല്ല മെത്തേഡും വേണം. ഡാവിൻസി റിസോൾവ് ഞാൻ PC കിട്ടിയാണെങ്കിൽ എടുക്കാം, ഫ്രീ വെർഷൻ. അതിൻ്റെ അകത്ത് മറ്റേ 480p വരും. ഇതാണ് നമ്മുടെ ഫേമസ് യൂട്യൂബറായ സുധിയണ്ണൻ ഉപയോഗിക്കുന്നത്. പിടിക്കാൻ ശ്രമിക്കുന്നല്ല. ഷെയർ പാക്ക് വീണ്ടും ബഗ്ഗടിച്ചിരിക്കുന്നു. എൻ്റെ സ്കിന്ന് വരെ ഗ്ലിച്ചായി. ഞാനിതിപ്പോൾ ശരിയാക്കാൻ നിൽക്കണില്ല. ഞാൻ വീഡിയോ തുടങ്ങിയല്ല. ഞാൻ ഒരയൺ കൂടി വെച്ചുകൊണ്ട് നോക്കി കുറച്ചുകൂടെ അയൺ കണ്ടുപിടിക്കണം. ഇനി വിഷുവിന് വീഡിയോ കൊണ്ടുവരാൻ പറ്റിയല്ല. റീസൺ പടക്കം. നൈറ്റൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യണത് സാധാരണ. നൈറ്റാണെങ്കിൽ വിഷുവിൻ്റെ പടക്കവും. പിന്നെ എന്ത് ചെയ്യാനാ? അയൺ കിട്ടി ബോയ്സ്. ക്രീപ്പറൊന്നും ഉണ്ടായല്ലേ. ക്രീപ്പർ ഉണ്ടെങ്കിൽ ഞാൻ ബൂം ആവും. ഓക്കെ, 2 4 കുറച്ചുണ്ടല്ലോ. എന്തായാലും ഇതൊന്നും എടുത്തോണ്ട് പോവാം. കിട്ടിയത് 7 1 8 ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് വെച്ച് വല്ലതെങ്കിലും ചെയ്യാം. ഈ ഫോർവേഡിലൊക്കെ ചീറ്റിംഗ് ആയിട്ട് ഞാൻ കരുതണല്ലേ ഇപ്പം. ആ ചീറ്റിംഗ് ആകാനായിട്ട് പ്രത്യേകിച്ച് ഇല്ല. ഇതിപ്പോൾ അതിൻ്റെ അതൊരു ടൂളാണ്. പല യൂട്യൂബേഴ്സും യൂസ് ചെയ്യണതാണ്. പല പേഴ്സ് ഇതൊരു ഗുഡ് ടൂളാണ്. ഇത് ടോഗിൾ ചെയ്യാൻ പെട്ടെന്ന് ഫണ്ണ്. അതാകുമ്പോഴേക്കും കുറച്ചുകൂടെ ഫിംഗേഴ്സ് ഫ്രീ ആയിട്ടുണ്ടാവും. അതൊക്കെ ഇത് സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനകത്ത് ഒരു കോള് കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഫുഡ് കണ്ടുപിടിച്ചു. പക്ഷെ ഫുഡിൻ്റെ ഒരു മാർഗം വേണം നമുക്ക്. ഈ ഫുഡ് ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡ് ഫാർം ചെയ്യാനായിട്ട് വല്ല കൗവ, ഷീപ്പ, പിഗ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് വരണം. 2 8 അയൺ വെച്ച് ഞാൻ ഫുള്ള് സ്റ്റോൺ ടൂളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ നോക്കാം. ആ ഷവല് സാധാ കിടന്നോട്ടെ. അത്ര നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇത് സ്റ്റിക്ക് വേണ്ടി വരും. 1 3 1 5 വേണം. ഇതിൽ നിന്ന് 2 പ്ലാങ്ക് കൂടി വേണം. അപ്പം ശരി, ഒരു 3 എണ്ണം കൂടി വെക്കാം. ഇത് 2 2 4 ഇതൊന്ന് 5. അപ്പം ശരിയായി. 4 7 8 9 അയൺ വേണം കൃത്യം ഫുൾ അയൺ ഗിയർ ഉണ്ടാക്കാൻ. ഓക്കെ, കിട്ടിപ്പോയി. 8 സ്റ്റോൺ സോർഡ്. സ്റ്റോണല്ല, അയണായി നമ്മളിപ്പോൾ. ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഓർമ്മ വന്നു. എന്ത് പറയാൻ, അച്ചീവ്മെൻ്റ് അല്ല, അഡ്വാൻസ്മെൻറ്റ് കിട്ടി. ആൻഡ് എക്സ് ഇത്രയായി. നൈറ്റാണോ നോക്കാം. ഷെയർപാക്ക് എന്ത് ഗ്ലിച്ചാണ് റിയാലിറ്റിയുടെ. അപ്പോൾ 2.5 ഒപ്റ്റിഫൈനായി. ഇത് രണ്ടിലും കൂടി ചേർന്ന് ഗ്ലിച്ചാണ്. മറ്റേ ഇത് ഗ്ലിച്ച്, ടെക്സ്ചർ ഗ്ലിച്ചിങ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതതിൻ്റെ ലൈറ്റിംഗ് ഇഷ്യൂ ആണ്. ഷെയർസ് പി സിയിലാണ് കാണാൻ നല്ല വിഷ്വലായിട്ടുള്ളത്. ഇല്ല അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇത് പൊട്ടാത്ത ഷെയറാണ്, എന്നിട്ടും 30 FPS പോലും കിട്ടണമെന്നില്ല. ഇവിടുന്നായിരുന്നു നല്ലല്ലോ നമ്മളെ പറ്റി. ഞാൻ അവിടെ നിന്നൊക്കെയോ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞാൽ പോയി ഒപ്പിച്ച് കേവ് പോലും എനിക്ക് ഓർമ്മയില്ല. ലാമ ഇതിനകത്ത് കയറി നോക്കാം. എ സി അടുത്താണെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറി പറയാ. ഇവിടെ ഒരിടത്ത് അയണില്ല. ഒരു വില്ലേജ് എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കായിരുന്നു. അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ സുഖമായിരുന്നു മനുഷ്യന്. ഞാനോട് കുറെ ഹോട്ട് കീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. 1 0 തൊട്ട് ഉണ്ട്. ഞാൻ 0 ഇതിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പൈ ചാർട്ട് എടുക്കാണ്. പൈ ചാർട്ടിൻ്റെ അകത്ത് ഞാൻ ഏതൊക്കെ എണ്ണത്തിനകത്ത് പോവുകയാണെങ്കിൽ 0 അടിച്ചാൽ തിരിച്ചിറങ്ങാം. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് പൈ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗെയിം ലാഗാവും. അയ്യോ ഇതെന്ത് എന്നായിരുന്നു 2 FPS 40 XP/s ആണല്ലേ. ഇതെല്ലാം നോക്കി നോക്കണം. TPS എന്ത് പറയാ, ലാഗ് മാത്രമേ ഉള്ളൂ ഇപ്പം. ഞാൻ കുറച്ചേരം വേണമെങ്കിൽ ഷെയർ ഓഫ് ചെയ്തിടാം. പക്ഷെ ഷെയർ ഓഫ് ചെയ്തിട്ടാലും ഇതേപോലെ ഇച്ചിരി കൂടുതൽ FPS കിട്ടത്തുള്ളു. നമുക്ക് വലിയ റവല്യൂഷണറി FPS ബൂസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഒരു 98 FPS പോലും കിട്ടിയില്ല. ഞാൻ അല്ലത് ഈ എപ്പിസോഡിനായിട്ട് ഒരു പ്ലാനും ഇല്ല. അടുത്ത എപ്പിസോഡ് നമുക്ക് ടോപ്പ് ചെയ്യാം. അതായത് ഈ എപ്പിസോഡ് നമ്മൾ കുറച്ച് അയൺ ഗിയർ കുപ്പിച്ചേരാം. അതേ ഷീപ്പ് നിൽക്കണം. ഇതിന് കൈയോടെ കില്ലിയതാടോ. ഇവിടെയാ ഇത് നല്ലൊരു ഏരിയ ആയിരുന്നു ബേസ് വെക്കാൻ. അയ്യോ ഞാനിത് ലോസ് ചെയ്ത ചാൻസ്. ഞാൻ എക്സ്പ്ലോറിങ്ങിന് ഒരു ഓഫ് ക്യാമറ പോകാം. ഞാൻ സീരിയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏണ്ടുന്നവർ അധികം നോക്കി കളിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. സോറി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. കഴിഞ്ഞ വീഡിയോയിലുണ്ട്, ഈ വീഡിയോയിലും കാണും. ആക്രോനോസിന് സോറി. എന്തായാലും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അയൺ ടൂൾസ് ഒപ്പിച്ചു. പക്ഷെ നമുക്ക് ഫുൾ അയൺ ഗിയർ ആയാൽ മതി. ഇതാണ് അടുത്ത ഒരു ടോട്ടൽ. ഇത് ട്രൈ ചെയ്യാണ്. ഇന്ന് ഫുൾ അയൺ ആർമറാണ് എനിക്ക്. ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയിട്ട് വരാം. എന്തായാലും മൈനിങ്ങിന് പോയിട്ട് വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാ. അപ്പോൾ മൈനിങ്ങിന് പോയിട്ട് വരട്ടെ. ഞാൻ അപ്ഡേറ്റ് അയൺ കിട്ടി. ഓക്കെ, ഞാൻ അടുത്ത വേന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് വേറെ അയൺ കിട്ടിയില്ല. ഞാനിത് എന്താകും കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് വെച്ച് വല്ല ഉണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി അയൺ ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ബേസിലോടേക്ക് ചെല്ലാം. ആദ്യം തന്നെ എവിടെയായിരുന്നു ബേസ്? ഇതിലൂടെ പോയപ്പോലെ ഞാൻ മിനിറ്റ്സിനുവേണ്ടി എത്താനായിട്ടുള്ള കാര്യമായി. എവിടാ? അയ്യോ, ഇത് ഞാൻ ഫ്രണ്ടിലോട്ടേക്ക് പോകണതിന് പകരം ബാക്കിലോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷേ എന്ത് FPS ഡ്രോപ്പ് ചെയ്ത് മനുഷ്യനില്ല കടിച്ച് തീരാണ്. എന്തായാലും ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ എത്തും. ഞാൻ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ. ഓക്കെ ഗായ്സ്, ഞാൻ എത്തി വീണ്ടും. കുറേ തപ്പി, ഫുഡും കിട്ടിയില്ല. ഫുഡെല്ലാം തീർന്നു. സ്മെൽറ്റ് ചെയ്യാനായിട്ട് 2 പ്ലാങ്ക് മതിയാവും. കൈയൂടെ അതെടുത്ത് വെക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ എങ്ങനെയെങ്കിലും ഞാൻ ഒരു മോബ് ഫാം ഒപ്പിക്കാൻ നോക്കാം. ഒരു മോബ് ഫാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും മോം ഡ്രോപ്പ് വെച്ച് വില്ലേജിനെ കണ്ടുപിടിച്ച് ക്ലർക്ക് ആക്കാനായിട്ട് വില്ലേജിനെ
മറ്റേ ചർച്ചിനകത്തുണ്ട്. അതിൽ നിന്ന് മറ്റേ എന്തായിരുന്നു ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ച് ഒന്ന് ക്ലർക്കിനെ വെച്ച് നമുക്ക് ആ റോട്ടൺ ഫ്ലഷ് കൊടുത്ത് അങ്ങനെ നമുക്ക് എംബ്രോയിഡ് ഒപ്പിക്കാം തൽക്കാലികം. ഓക്കെ, 3 അയൺ വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം? ഷവലിപ്പോൾ വേണ്ട, ഒരു 600 പീസും ഉണ്ടാക്കാൻ പറ്റില്ല 3 വെച്ചിട്ട്. അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യാം, ബാക്കി ചെയ്യണം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തിയാണ് അങ്ങനെ ഒഫീഷ്യലി. അപ്പം ഇതുവരെ കണ്ടതിന് ടാറ്റ ബൈ ബൈക്ക് പകരം ഞാൻ താങ്ക് യു പറയുന്നു നിങ്ങളോട്. അപ്പോൾ ടാറ്റ ബൈ ബൈ.